മനസ്സിൻ്റെ സഞ്ചാരം. നമ്മുടെയൊക്കെ മനസ്സ് ഓരോ നിമിഷവും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അനുനിമിഷം ഒരിൽ നിന്ന് മറ്റൊന്നിലേക്ക്, കണ്ടതിലേക്ക്, ഇന്നലകളിൽ അറിഞ്ഞ കാര്യങ്ങളിലേക്ക്, കാണാനിരിക്കുന്ന കാര്യങ്ങളിലേക്കൊക്കെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അതിനെ നമുക്ക് വിചാരിച്ചാലൊന്നും അങ്ങനെ പിടിച്ചെടുത്താൻ കഴിയില്ല. അതിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. അത് സ്വപ്നങ്ങളിലേക്ക് സഞ്ചരിക്കും, നന്മകളിലേക്ക് സഞ്ചരിക്കും, ദുഃഖങ്ങളിലേക്ക്, നമ്മൾ അറിഞ്ഞ ദുഃഖങ്ങളിലേക്ക് സഞ്ചരിക്കും, വേദനകളിലേക്ക് സഞ്ചരിക്കും, സന്തോഷങ്ങളിലേക്ക് പോകും, ആനന്ദത്തിലേക്ക് പോകും, വ്യക്തികളിലേക്ക് പോകും, ബന്ധങ്ങളിലേക്ക് പോകും. അങ്ങനെ മനസ്സ് വല്ലാതെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. മിന്നൽ വേഗത്തിലാണ് മനസ്സിൻ്റെ സഞ്ചാരം. ഒരു കാര്യം കഴിയുന്നു, ഉടൻ തന്നെ അടുത്ത കാര്യം വരുന്നു. അത് കഴിയുമ്പോൾ ചിലപ്പോൾ പഴയ കാര്യം വരും, പുതിയ കാര്യം വരും. വളരെ കുഞ്ഞുനാളിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ചിലപ്പോൾ വരും, കണ്ട കാര്യങ്ങൾ വരും, അറിഞ്ഞ കാര്യങ്ങൾ വരും. വളരെ കുഞ്ഞുനാളിലായിരിക്കും ചിലപ്പോൾ നമ്മളെ ഒന്ന് പട്ടി കടിച്ചിട്ടുണ്ടാവുക. പക്ഷെ വളരെ വർഷങ്ങൾ കഴിയുമ്പോഴും നമ്മുടെ മനസ്സിൽ അത് ഓടിയെത്തും. പട്ടിയെ കാണുമ്പോൾ ഓടിയെത്തും. പാമ്പ് കടിച്ചിട്ടുണ്ടാവുക, പാമ്പിനെ കാണുമ്പോൾ ശബ്ദം കേൾക്കുമ്പോൾ ചിലപ്പോൾ മറ്റേതെങ്കിലും ഭാഗത്തിൻ്റെ ഒരു വിഷയത്തിൻ്റെ ഭാഗമായ ഒരു പാമ്പിൻ്റെ ശബ്ദം കേട്ടാൽ പോലും നമ്മുടെ മനസ്സിൽ ഓടിയെത്തും. മനസ്സൊരു സഞ്ചാരിയാണ്. നൂറുകണക്കിന് കാര്യങ്ങൾ, ആയിരക്കണക്കിന് കാര്യങ്ങൾ, കോടിക്കണക്കിന് കാര്യങ്ങളുടെ സഞ്ചാര പദമാണ്. ഗാലക്സികൾ പോലുള്ള സഞ്ചാര പദമാണ് മനസ്സ്. അത് നമ്മൾ തിരിച്ചറിഞ്ഞാൽ മാനസിക സന്തോഷമുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ തിരിച്ച് മനസ്സിൻ്റെ സഞ്ചാരത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. നമ്മുടെ ഓരോ വിഷയങ്ങൾ, കാണുന്നത്, മനസ്സിലാക്കുന്നത്, സൗന്ദര്യബോധം, ഇതെല്ലാം ഇങ്ങനെ മനസ്സിൽ വന്ന് സഞ്ചരിച്ച് 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 പോയിക്കൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള മനസ്സിൻ്റെ സഞ്ചാരമാണ് നാം കണ്ണുകൊണ്ട്, കാതുകൊണ്ട് കേൾക്കുന്നു, അല്ലെങ്കിൽ കണ്ണുകൊണ്ട് കാണുന്നു, അനുഭവിച്ചറിയുന്നു, പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഓരോ കാര്യങ്ങൾ അറിയുന്നത്. ജീവിതത്തിൽ ഓരോ നിമിഷവും നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ തികട്ടി വരിക എന്നൊക്കെ പറയില്ലേ, കയറി കയറി വരും. അതൊരു മനസ്സിൻ്റെ ഒരു സഞ്ചാരമാണ്. അതിനെ അതിൻ്റെ വഴിക്ക് വിടുക. അതിനെ വല്ലാതെ നിയന്ത്രിക്കരുത്. ചിലപ്പോൾ അത് നമ്മളെ നിയന്ത്രിച്ചു കളയും.